കോൺഗ്രസിൽ വിഭാഗീയത രൂക്ഷം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കാളിയാകാതെ മുംബൈയിൽ പ്രചരണം നടത്തുന്ന ചാണ്ടി ഉമ്മന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുയായികളുടെ സൈബർ ആക്രമണം. KPCC ആവശ്യപ്പെട്ടാൽ എന്തുകൊണ്ട് പാലക്കാട് വരുന്നില്ല എന്നാണ് ചോദ്യം. വിവരങ്ങളുമായി ഗൂഗിൾ ചേരുന്നു. ഗൂഗിൾ, അവിടെ ഈ തുടക്കം മുതലുണ്ട് ഈ വിഭാഗീയത. അതിങ്ങനെ രൂക്ഷമായി ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപൊക്കെ ഇത്രയും രൂക്ഷമായി അതങ്ങ് വെളിവായിരിക്കുകയാണ്. എന്താണ് ചാണ്ടി ഉമ്മൻ വരാത്തതിൻ്റെ കാരണം? വളരെ പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഈ സൈബർ ആക്രമണവും എന്താണ്? അതന്നെയാണ്, രാഹുൽ മാങ്കൂട്ടം ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സൈബർ ആക്രമണവും കോൺഗ്രസിനകത്തെ വിഭാഗീയത ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള പുതിയ വിഭാഗീയ പ്രശ്നങ്ങൾ പുറത്തു വരുന്നതിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ ചാണ്ടി ഉമ്മൻ ഈ പാലക്കാട് മണ്ഡലത്തിൽ എത്തുകയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാവുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതേസമയം വയനാട്ടിൽ കേന്ദ്രീകരിച്ച് ചാണ്ടി ഉമ്മൻ പ്രചാരണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ചാണ്ടി ഉമ്മൻ വയനാട് വലിയ രീതിയിൽ പ്രചാരണം നടത്തുകയും, അതായത് കോൺഗ്രസിന് വലിയ അഡ്ജുള്ള, ഒരുപക്ഷെ ജയിച്ചു കയറി പോകാമെന്ന പ്രതീക്ഷയുള്ള, നിഷ്പ്രയാസം ജയിച്ചു കയറി പോകുമെന്ന് പ്രതീക്ഷയുള്ള സ്ഥലങ്ങളിൽ ചാണ്ടി ഉമ്മൻ അവിടെ പോയി ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുമ്പോൾ BJPയും കോൺഗ്രസും നേർക്കുനേർ വരുന്ന പാലക്കാട് മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിട്ടുള്ള അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ വൈകാരികതയൊക്കെ വോട്ടാവാൻ സാധ്യതയുള്ള ആ രീതിയിൽ കോൺഗ്രസിലേക്ക് വോട്ട് കോർഡിനേറ്റ് ചെയ്തു കൊടുക്കാൻ കെൽപ്പുള്ള ചാണ്ടി ഉമ്മൻ പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്താത്തത് എന്ന ചോദ്യങ്ങൾ വലിയ രീതിയിൽ ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ KPCC നേതൃത്വം ഇടപെട്ട് ചാണ്ടി ഉമ്മനോട് പാലക്കാടേക്ക് വരാൻ പറയുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം മാത്രമാണ് ചാണ്ടി ഉമ്മൻ ഇവിടെ വരികയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമാവുകയും ചെയ്തത്. അന്ന് വൈകിട്ട് തന്നെ ഇവിടെ എത്തിയ അന്ന് തന്നെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചാണ്ടി ഉമ്മനോട് ഈ കാര്യം ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ പാലക്കാടേക്ക് എത്താത്തത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ചാണ്ടി ഉമ്മൻ തന്റെ അഭിപ്രായ വ്യത്യാസം പ്രകടമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തനിക്ക് പ്രിയപ്പെട്ട ആൾ പ്രിയങ്കയാണ്, പ്രിയങ്ക ഗാന്ധിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ താല്പര്യം തനിക്ക് പ്രിയങ്കയോടാണ്. പ്രിയങ്ക തന്റെ കുടുംബത്തിലെ അംഗമാണ് എന്നായിരുന്നു പറഞ്ഞത്. കുടുംബത്തിലെ അംഗമായ ഒരാൾ മത്സരിക്കുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിൽക്കാനും അവർക്ക് വേണ്ടി വോട്ട് തേടാനുമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യമായിരുന്നു ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, പ്രിയങ്ക കുടുംബത്തിലെ അംഗമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം എടുത്തു പറയുമ്പോൾ, ചാണ്ടി ഉമ്മൻ എടുത്തു പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം കുടുംബത്തിലെ അംഗമല്ല എന്നൊരു കാര്യമാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അന്ന് വൈകുന്നേരം തന്നെ മാധ്യമങ്ങളോട് ഈ രീതിയിൽ പ്രതികരിച്ചതിന് ശേഷം അന്ന് വൈകുന്നേരം തന്നെ ചാണ്ടി ഉമ്മൻ മുംബൈയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവിടെ പോയി പ്രചരണത്തിൽ പങ്കെടുക്കുന്ന പോസ്റ്ററുകളും മറ്റു കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിൻ്റെ കീഴെയാണ് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ചാണ്ടി ഉമ്മൻ നേരിടുന്നത്. എങ്ങനെയാണ് ചാണ്ടി ഉമ്മൻ നിയമസഭയിലേക്ക് എത്തിയത് എന്ന് മറക്കാൻ വേണ്ടി പാടില്ല. KPCC നേതൃത്വം ഇടപെട്ടിട്ടും എന്തുകൊണ്ടാണ് പാലക്കാടേക്ക് വരാത്തത്? പാലക്കാടിലെ പ്രചരണം നടത്തേണ്ടത് മുംബൈയിലാക്കാണോ പോകേണ്ടത്? താങ്കളുടെ കഴിവ് കൊണ്ടാണോ താങ്കൾ നിയമസഭാ സാമാജികനായത് എന്ന് തോന്നുന്നുണ്ടോ എന്ന് തുടങ്ങി വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ചാണ്ടി ഉമ്മൻ്റെയും പ്രവർത്തകർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഇപ്പോഴൊന്നുമായിരുന്നില്ല. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ചാണ്ടി ഉമ്മനെ ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഇടപെട്ടിട്ടായിരുന്നു ചാണ്ടി ഉമ്മനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഔട്ട്റീച്ച് സെല്ലിന്റെ, കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടി ഉമ്മനെ മാറ്റിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിന്റെയും ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന് ചാണ്ടി ഉമ്മന്റെ അനുയായികൾ വിശ്വസിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചാണ്ടി ഉമ്മനും ഗ്രൂപ്പുകാരാണെങ്കിലും ചാണ്ടി ഉമ്മനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തെറ്റിപ്പിരിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്നാണ് പിന്നീട് വലിയൊരു പോരാട്ടം പാലക്കാട് മണ്ഡലത്തിൽ നടക്കുമ്പോഴും രാഹുലിന് വേണ്ടി വോട്ട് നേടാനോ രാഹുലിന് വേണ്ടി അഭിപ്രായം പറയാനോ ചാണ്ടി ഉമ്മൻ ഇവിടെ എത്തുന്നില്ല. ആ വിഷയം മുൻനിർത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ചേരി തിരിഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴും കോൺഗ്രസിനകത്തെ അഭിപ്രായ ഭിന്നതകൾ പരസ്യമായി തന്നെ കൂടുതൽ രൂക്ഷമായി തന്നെ പുറത്തു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ശരി ഗോകുൽ.